പരിപാടിയുടെയൊക്കെ നമ്മുടെ ഇപ്പോൾ എൻഗേജ്മെൻ്റ് ആയിട്ട് തന്നെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒരുപാട് ഷെയർ ആവുകയും ഒരുപാട് വൈറലാവുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. അതിനകത്തെല്ലാം ഇതിനകത്ത് നാൾ എനിക്ക് തോന്നുന്നു ആര്യ ഒരു സ്റ്റോറി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം എന്ന് പറഞ്ഞിട്ട് വേറൊരാൾ ചെയ്തിരുന്ന ഒരു റീലിനെ ആൾ റീഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും എന്താണ് ഈ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം? വാട്ട് ഇഫ് ഇറ്റ് ഇസ് റൈറ്റ് പേഴ്സൺ അറ്റ് ദ റോങ് ടൈം ആണെങ്കിലോ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് കിട്ടിയ ഒരാൾ റൈറ്റ് പാർട്ട്ണറാണോ അല്ലയോ? ഇനിയിപ്പോൾ നിങ്ങൾ ബോയ് ഫ്രണ്ട് ആയിക്കോട്ടെ, ഹസ്ബൻഡ് ആയിക്കോട്ടെ, ഈവൻ എന്ത് ബിസിനസ് പാർട്ട്ണറും ആയിക്കോട്ടെ, ഡു യു എവർ തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് ദ റൈറ്റ് പേഴ്സൺ? നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. പക്ഷേ എന്നാലും ഒരു കാര്യം മനസ്സിലാക്കുക, ദ ഓൺലി റൈറ്റ് പേഴ്സൺ ദാറ്റ് വിൽ നെവർ ലീവ് യു ബിഹൈൻഡ് ഇസ് യു. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ റൈറ്റ് പേഴ്സൺ. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. നമ്മൾ എന്ന് നമ്മളെ റൈറ്റ് പേഴ്സണായിട്ട് കൺസിഡർ ചെയ്യാൻ തുടങ്ങുമോ, അന്ന് ചുറ്റുമുള്ള എല്ലാം റൈറ്റാവും. എല്ലാം സത്യമായിട്ടും. അതുവരെ നമ്മൾ റോങ് പേഴ്സൺ ആണെന്ന് നമ്മുടെ ഉള്ളിൽ വരെ ഉണ്ടെങ്കിൽ, ലൈക്ക് നമ്മൾ പുറമേ പറയുകയാണില്ല ഞാൻ ഭയങ്കര ഇങ്ങനെയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ബട്ട് നമ്മുടെ ഇന്നർ സെൽഫിൽ നമ്മൾ റൈറ്റ് പേഴ്സൺ ആണ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വി ആർ സ്ട്രോങ് ഇനഫ് ടു കം ഔട്ട് ഓഫ് എനിത്തിങ് ആൻഡ് എവറിത്തിങ് അലോൺ. അതാണ് ഞാൻ റൈറ്റ് പേഴ്സൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ ചുറ്റുമുള്ള എല്ലാവരും റൈറ്റ് പേഴ്സണായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അതുവരെയുള്ള എല്ലാം നമുക്ക് റോങ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുള്ളൂ. അത് അങ്ങനെയാണ് ലൈഫ്. നമ്മൾ അങ്ങനെ പഠിപ്പിക്കുക. നമ്മൾ റൈറ്റ് ആവുന്നത് വരെ നമ്മളെ പുഷ് ചെയ്തുകൊണ്ടേയിരിക്കും. എൻ്റെ പുഷായിരുന്നു ന്യൂസിലാൻഡ്. ഞാൻ ന്യൂസിലാൻഡ് വന്നു കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയൊരു കിക്കും പുഷും അതൊന്നും ഒരു കള്ളിനും വീഞ്ഞിനും ഒന്നും കിട്ടില്ല. അമ്മാതിരി ഒരു കിക്കാ മക്കളെ കിട്ടിയത്. അതുകൊണ്ട് ഞാൻ പറയാം, എനിക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് റൈറ്റ് എന്ന് ഞാൻ റൈറ്റാണ് എന്ന് തിരിച്ചറിയുന്ന സമയം ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ്. അതിനുശേഷമാണ് എനിക്ക് ചുറ്റുമുള്ള എൻ്റെ പേരൻസ് എനിക്ക് റൈറ്റായിട്ട് തോന്നി, എൻ്റെ പാർട്ട്ണർ എനിക്ക് റൈറ്റായിട്ട് തോന്നി. അവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. പല കാര്യങ്ങളും ചിലപ്പോൾ അവർ പറയുന്നത് തെറ്റുണ്ടായിരിക്കും, പക്ഷേ എന്താണെങ്കിലും ഒരു അഹമ്മതി ഉണ്ടായിരുന്നു എനിക്ക്, ഞാൻ പറയുന്നതെല്ലാം ശരിയാണെന്ന്. അത് എനിക്ക് ശരിക്കും സത്യമായിട്ടും കുറേ മാറിക്കിട്ടി. നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ട് എന്താ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ.